എല്ലാവരെയും പിരിച്ചുവിട്ട് കോൺഗ്രസ് ആസ്ഥാനം അടച്ചു പൂട്ടുകയാണ് പ്രിയങ്ക. നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ പ്രിയങ്ക അതെടുത്തിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നേരിട്ട കനത്ത തിരിച്ചടിയിൽ അതിന് കാരണക്കാരായ എല്ലാ നേതാക്കളെയും കൂട്ടത്തോടെ പിരിച്ചുവിട്ടുകൊണ്ടാണ് കോൺഗ്രസ് ആസ്ഥാനം പൂട്ടിക്കൊണ്ടാണ് പ്രിയങ്ക ശുദ്ധി കലശം തുടങ്ങുന്നത്. ഈ ഓരോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ബലം വന്നതിന് പിന്നാലെ പ്രിയങ്ക ഓരോരുത്തരോടായി പറഞ്ഞത് ചർച്ച മാത്രമല്ല, കനത്ത നടപടി ഉണ്ടാകുമെന്ന് കൂടിയാണ്. അത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് UP-യിൽ നിന്ന് തന്നെ പണി തുടങ്ങിയത്. അതിന്റെ ആദ്യ പടിയാണ് ഇത്തരത്തിലുള്ള അടച്ചുപൂട്ടലും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ അയോധ്യ രാമക്ഷേത്ര മണ്ഡലത്തിൽ പോലും ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. UP-യിൽ മോദിയെ ഒന്ന് ഇരുത്തിയതിന്റെ ഫലമായിട്ടാണ് പാർലമെന്റിൽ നിതീഷിനെയും നായിഡുവിനെയും ഒപ്പം കൂട്ടി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ മോദിക്ക് ഭരിക്കേണ്ടി വന്നത്. എന്നാൽ അതേ UP-യിൽ മാസങ്ങൾക്കിപ്പുറത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ ഇതേ കോൺഗ്രസിനായില്ല. ചരിത്രത്തിൽ ആദ്യമായി കൈപ്പത്തി ചിഹ്നമില്ലാതെ UP-യിൽ ഒരു തെരഞ്ഞെടുപ്പും നടന്നു. അഖിലേഷിന്റെ സൈക്കിൾ ചിഹ്നത്തിൽ മാത്രം ഇന്ത്യ മുന്നണി മത്സരിച്ചു. ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ ഇനിയും ഈ പോക്ക് പോയാൽ പോരാ എന്ന് UP-യെ നന്നായി അറിയാവുന്ന പ്രിയങ്ക ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളും പിരിച്ചുവിട്ട് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തുകയും ചെയ്തു. ജില്ലാ, നഗര, ബ്ലോക്ക് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിട്ട തിരിച്ചടികളിൽ നിന്നും കരകയറാനുള്ള നീക്കത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ നടപടി. സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുകയും പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. അടുത്ത വർഷം ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. AAP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്നും ഇവിടെ പറഞ്ഞു. BJP സ്മൃതി ഇറാനി ഇറക്കി കളിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു. ഇതെല്ലാം മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു കത്തുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് വേണം പറയാൻ. ഇതിനു മുൻപ് ഹിമാചൽ പ്രദേശിലാണ് ആദ്യ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയത്. എന്തായാലും പ്രിയങ്കയുടെ വരവ് പാർട്ടിക്ക് പുതുജീവൻ നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.